വളരെ ഭക്തിസാന്ദ്രമായ വല്ലൂരിൻ്റെ മറ്റൊരു പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ തുടക്കം തന്നെ അമ്പലത്തിൽ നിന്നാണ്. ഭാഗ്യന് എന്തായി പരിപാടി എന്നറിയോ? ഇന്ന് നമ്മുടെ അമ്പലത്തിൽ ഊട്ടുണ്ട് കേട്ടോ. അത് ഭാഗ്യൻ്റെ വകയാണ്, നമ്മുടെ വകയാണ്. അത് കാരണം കൊണ്ട് അരി ഇടുന്ന തിരക്കിലാണ് കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഇട്ട് വെന്ത് വരുമ്പോഴേക്കും അമ്പലത്തിലത്തെ പൂജയൊക്കെ കഴിയും. അപ്പോഴേക്കും സാമ്പാറും ചോറും റെഡിയാവണം. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. സാമ്പാർ ഉണ്ടാക്കിയത് സത്യേച്ചും അതുപോലെ തന്നെ സജന ആൻറ്റിയും ഒക്കെ കൂടിയിട്ടാണ്. ആൻറ്റി അല്ല കേട്ടോ, ചേച്ചിയാണ്. അവർ സാമ്പാർ സെറ്റാക്കി വരുമ്പോഴേക്കും ബാക്കിയുള്ള കറികളൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു അമ്പലമാണ്. അമ്പലത്തിലത്തെ പൂജ കഴിഞ്ഞിട്ട് അവൻ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയല്. ശിവം ഭവതു കല്യാണം വളരെ കുറച്ച് ആൾക്കാരെ നമ്മുടെ ഇവിടെ താമസമുള്ളൂ. അത് കാരണം കൊണ്ട് തന്നെ അമ്പലത്തിൽ വളരെ കുറച്ച് കുടുംബങ്ങളേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകുടുംബം പോലെയോ അല്ലെങ്കിൽ ഒരു കുടുംബക്ഷേത്രം പോലെയൊക്കെയാണ് നമ്മുടെ അമ്പലം വർദ്ധിക്കുന്നത് കേട്ടോ. എല്ലാ ശനിയാഴ്ചകളിലും അല്ല, ആഴ്ചയിൽ 1-2 ഞായറാഴ്ചകളിലും പിന്നെ 1-ാം തീയതികളിലും മാത്രമാണ് നമ്മുടെ ഇവിടെ പൂജ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ആ ദിവസങ്ങളിൽ കഞ്ഞിയായിട്ടോ ഇതുപോലെ ചോറൊക്കെ ആയിട്ട് നമ്മൾ നാട്ടുകാർ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ ആർക്കെങ്കിലും നേർച്ചയോ മറ്റൊന്നുണ്ടെങ്കിൽ ആ ദിവസം ഇവിടെ ഫുഡ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. പപ്പടം കാച്ചിയതും സാമ്പാർ വെച്ചതും ചോറ് വെച്ചതും മാത്രമാണ് അമ്പലത്തിൽ. ബാക്കിയുള്ളതൊക്കെ ഇന്നലെ തന്നെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമുക്ക് മാങ്ങാച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ എപ്പോഴും സഹായിക്കാറുള്ള ഒരാളാണ് നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഈ ഒരു ചോപ്പർ. നമ്മുടെ വീട്ടിൽ ഇലക്ട്രിക് ചോപ്പർ ഉണ്ട്. അത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള സംഭവങ്ങൾ മാത്രം അരിഞ്ഞെടുക്കാൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിനെപ്പോഴും കുറേ സംഭവങ്ങൾ അരിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ പ്രീതിയുടെ സോഡിയാക്കിൻ്റെ ആ ഒരു പ്രോസസ്സിങ് ജാറോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഈ ഒരു വലിക്കണ ചോപ്പറോ ആണ് നല്ലത് കേട്ടോ. ഇതിൽ കുറേ സാധനങ്ങൾ കൊള്ളും. ഇത് ഞാൻ പുതിയതൊരെണ്ണം മേടിച്ചതാണ്. ഒരു വർഷമൊക്കെ എൻ്റെ ചോപ്പർ നിൽക്കാറുള്ളൂ. ഒരു വർഷം ഞാൻ അതിനെ പണി എടുപ്പിക്കാറുണ്ട്. എന്തായാലും നമുക്ക് ഈ ബട്ടർഫ്ലൈയുടെ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇവനെ മാത്രമാണ് മേടിക്കാറുള്ളൂ കേട്ടോ. മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് നോക്കിയാലല്ലേ അത് നല്ലതാണോ പൊട്ടയാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. എങ്കിലും ഇവൻ എനിക്ക് കംഫർട്ടബിൾ ആയ കാരണം കൊണ്ട് ഒരെണ്ണം കൂടെ അങ്ങ് മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മാങ്ങ, നല്ല പച്ച കരിമ്പ് പോലത്തെ മാങ്ങ കർക്കർന്ന് ശബ്ദം ഉണ്ടായിരുന്നത് അരിയുമ്പോൾ. അപ്പോൾ നമുക്ക് അതൊന്ന് കുനുകുന അരിഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ഈ ഒരു ചോപ്പർ കൂട്ടൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ എപ്പോഴും പറയാറില്ലേ, ചോപ്പർ എന്ന് പറയുന്നത് എനിക്കിവിടെ ഒരു സഹായത്തിന് ഒരാളുള്ള പോലെയാണ്. കണ്ട കരിമ്പ് പോലത്തെ മാങ്ങയാണ്. അപ്പോൾ നമുക്ക് ഇവനെ ഇതുപോലെ ഇങ്ങനെ കർന്ന് അരിഞ്ഞെടുക്കാം. ഭയങ്കര എളുപ്പമാണ് കേട്ടോ. എത്ര നല്ല കട്ടിയുള്ള മാങ്ങകളൊക്കെ ആയാലും ഇതുപോലെ കുനുകുന അരിഞ്ഞ് കിട്ടും. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അച്ചാറാണ് എടുക്കുന്നത്. അത് കാരണം കൊണ്ട് ഉണ്ടാക്കണത്. അത് കാരണം കൊണ്ട് നമുക്ക് ചോപ്പർ കൂട്ടനാണ് അടിപൊളി. അങ്ങനെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും മാത്രം കുറച്ച് അധികം വിഭവങ്ങളായ കാരണം കൊണ്ട് കുറച്ച് അധികം ഇട്ടിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പച്ചമുളകും ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും പിന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനമ്മയും മണ്ണമ്പട്ടേന്ന് കൊണ്ടുവന്നിട്ടുള്ള നാടൻ തേങ്ങയുടെ നാടൻ വെളിച്ചെണ്ണയാണ് നമ്മൾ ഇടുന്നത്. അതിൽ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് അച്ചാർ റെഡി ആവുക കേട്ടോ. നിങ്ങൾ ആർക്കെങ്കിലും ഷോർട്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ അപ്ലോഡ് ചെയ്യാം. സംഭവ സ്ഥലത്ത് നിന്ന് ആംബുലൻസിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ച ഡയാന രാജകുമാരി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരണത്തിന് കീഴടങ്ങി. അതൊരു വല്ലാത്ത കഥയാണ്. ഡയാന രാജകുമാരിയുടെ ജീവചരിത്രമാണ് കേൾക്കുന്നത് കേട്ടോ. നമുക്കപ്പോൾ ഈ മാങ്ങ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്കും അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സിലേക്കും ഒക്കെ ഒരുമിച്ചാണ് ഞാൻ ഷൂട്ട് ചെയ്യുക. അതാണ് കേട്ടോ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളിങ്ങനെ കട്ട് ചെയ്ത് കാണുന്നത്. എന്നാലും ഞാൻ പ്രോസസ്സ് പറഞ്ഞതും അതുപോലെ ആ പ്രൊസീജിയറും ഒക്കെ അതേ രീതിയിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി അച്ചാർ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആ ഗ്ലൗസ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. 1 രൂപയുള്ളൂ കേട്ടോ. നമുക്ക് 100 എണ്ണമൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ നന്നായിട്ട് കുഴച്ച് കൂട്ടി അടച്ച് വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കറിവേപ്പില ഇടാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ അച്ചാർ സെറ്റാവും കേട്ടോ. ഇത്ര വിഭവം ഒന്നുമില്ല കേട്ടോ. സാമ്പാറും അച്ചാറും ഉപ്പേരിയും മാത്രമായാലും മതി. പക്ഷെ നമുക്കൊരു മോരുകൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ കുറുക്ക് കാളം വെക്കാമെന്ന് വിചാരിച്ചു. കായും ചേനയും ഉപയോഗിച്ചിട്ടാണ് ഞാനത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് കായ നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞെടുക്കണം. നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ കടയിലേക്ക് പോയ കായ കടയിൽ നിന്ന് ഭാഗ്യം ഞാൻ പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ചേന ഇട്ടിട്ടോ കുമ്പളങ്ങി ഇട്ടിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. പക്ഷെ ചേനയും കായും കൂടി ആകുമ്പോൾ കഷ്ണങ്ങൾക്ക് നല്ല മുറുക്കുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. എനിക്ക് കുറുക്ക് കാളം വെക്കാനും അതുപോലെ തന്നെ ബൾക്കായിട്ട് കറികൾ വെക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടത്തിൻ്റെ പിന്നിലൊരു
കാരണമുണ്ട്, അമ്മ എല്ലാം പറഞ്ഞുതരും. അമ്മ അത്യാവശ്യം നല്ല രീതിയിൽ കറി വെക്കുന്ന ആളാണ്. 90 ആൾക്കായാലും 1000 ആൾക്കായാലും ആളൊരു ടെൻഷനില്ല അങ്ങോട്ട് വെക്കും അങ്ങോട്ട്. അപ്പം അമ്മ എപ്പോഴും പറയാറുള്ളത് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ കറി കേടാവും, നല്ല സൗകര്യത്തിൽ ശാന്തതയോടെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറി സെറ്റാവും എന്നാണ് പറയാറുള്ളത്. അത് കാരണം കൊണ്ട് ഞാൻ നാളെ കാലത്തേക്ക് നിന്നില്ല, ഇന്ന് വൈകുന്നേരം തന്നെ സെറ്റാക്കി വെച്ചതിൻ്റെ കാരണം അതാണ്. നമുക്ക് ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ അത് കേടായിട്ടുണ്ടെങ്കിലോ എന്നുള്ളൊരു ഭയത്തോടൊക്കെ കൂടിയിട്ടല്ലേ നമ്മൾ ചെയ്യുക. എത്ര അധികം ആൾക്കാർക്കും, പിന്നെ നമ്മുടെ വീട്ടിലുള്ളവരല്ല കഴിക്കണം, പുറത്തുള്ളവരല്ലേ കഴിക്കണം. അപ്പോൾ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരരുതല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ തലേദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കായ നന്നായിട്ട് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് എന്ന് പറയുമ്പോൾ നടുമുറിച്ചിട്ട് ഇങ്ങനെ നീളം നീളം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ചേന നന്നാക്കുമ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, കൈ ഇതുപോലെ എന്താ പറയുക ചൊറിയോ എന്നൊക്കെ. പക്ഷെ നല്ല ചേനയായിരുന്നു, നന്നായിട്ട് വേവണ ചേനയായിരുന്നു, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി. അപ്പോൾ അമ്മ നമ്മുടെ കല്യാണങ്ങൾക്കായാലും ഇവിടെ ഒരു എൻഗേജ്മെൻറ്റിനൊക്കെ ആയാലും 10-250 ആൾക്കൊക്കെ ഉള്ള കറികൾ നോൺ വെജും വെജൊക്കെ ആയിട്ട് അമ്മേനെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കതിന് വലിയ ടെൻഷനൊന്നും ഇല്ല കേട്ടോ. എനിക്ക് എപ്പോഴും കൂടുതൽ ആൾക്കാർക്ക് കറി വയ്ക്കുമ്പോഴാണ് നന്നായിട്ട് വരാറുള്ളത്, തോന്നാറുള്ളത്. 2-3 ആൾക്കൊക്കെ കറി വയ്ക്കുമ്പോൾ എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. കുക്കിങ്ങിൽ അങ്ങനെ എന്താടാ പറയുക, വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അളവൊക്കെ ഒന്ന് പഠിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു പ്രാക്ടീസിൻ്റെയും പിന്നെ ഒരു കോൺഫിഡൻസിൻ്റെയും പിൻബലത്തിൽ പോകുന്ന പരിപാടിയാണ്. അപ്പോൾ അത് എനിക്ക് കുറച്ചധികം ആൾക്കാർക്ക് വെക്കുന്നതും ടെൻഷനില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളതിൽ 1 കിലോ കായ എടുത്തിട്ടുണ്ട്, ഒരു 1/2 കിലോൻ്റെ ചേന എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഉപ്പ്, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തോളൂ. കറിവേപ്പിൻ്റെ എല്ലാം നമുക്ക് ഏറ്റവും ലാസ്റ്റ് താളിച്ചും ഇടാം കേട്ടോ. പിന്നെ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കണം. കഷ്ണങ്ങൾ നന്നായിട്ട് വേവും വേണം. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പാണ് നമ്മൾ തയ്യാറാക്കുന്നത്. എല്ലാ പ്രാവശ്യവും ഞാൻ മോര് കൂട്ടാനിലേക്ക് വീട്ടിൽ വെക്കുമ്പോൾ അരയ്ക്കുമ്പോൾ വെളുത്തുള്ളി ഇടാറുണ്ട്. കുറുക്ക് കാളനിൽ നമ്മൾ വെളുത്തുള്ളി ഇടാറില്ല കേട്ടോ. നമ്മൾ കുറച്ച് കുരുമുളകും അതോടൊപ്പം തന്നെ നല്ല ചെറുജീരകവും 2 മുറി തേങ്ങ, 2 മുറി വലിയ തേങ്ങയായിരുന്നു, അതിലേക്ക് അരച്ച് വെള്ളം പോലെ അങ്ങനെ പഞ്ഞി പോലെ വെണ്ണ പോലെ അരച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മുടെ ആ വെന്ത് വന്നിട്ടുള്ള കായും ചേനയും ഉണ്ടല്ലോ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ആ ഒരു പച്ചമണം, അതായത് നമ്മൾ ഒഴിച്ചിട്ടുള്ള അരപ്പിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു തൈര് ഉണ്ടല്ലോ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തൈര് ഞാനൊരു 3 പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല വലിയ പാക്കറ്റാണ് കേട്ടോ, 1.5 ലിറ്ററിൻ്റെ പാക്കറ്റുകളായിരുന്നു 3. നമുക്കിവിടെ കൃഷ്ണേൻ്റെ കടയിൽ വലിയ വലിയ പാക്കറ്റുകൾ മേടിക്കാൻ കിട്ടും. അതെപ്പോഴും മിക്സിയിൽ അടിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ കറി ചിലപ്പോൾ ഇങ്ങനെ കട്ട കുത്തിയിരിക്കും. എന്നിട്ട് ഇത് വറ്റിച്ചെടുക്കുക. കുറേ നേരം ഇങ്ങനെ അടുപ്പത്ത് കിടന്ന് ഇളക്കി ഇളക്കി വറ്റിച്ചെടുക്കുക. അതിലാണ് അതിൻ്റെ രുചി എന്ന് പറയുന്നത്. അതാണ് കുറുക്ക് കാളൻ എന്ന് പറയുന്നത്. ഇത് തൃശ്ശൂർ മാത്രമേ ഉള്ളൂ, നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഇതിനൊന്ന് താളിച്ച് ഒഴിക്കാം. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ചിലർ ഉലുവ ഇടുന്നവരുണ്ട്, നമ്മൾ ഉലുവ ഇടാറില്ല. ഓരോ നാട്ടിലും ഓരോ രീതിയിലല്ല കറി വയ്ക്കുക. കമൻറ്റ് ബോക്സിൽ പറയും അങ്ങനെ ചെയ്യൂ ശ്രീ, ഇങ്ങനെ ചെയ്യൂ ശ്രീ എന്ന്. നമ്മുടെ നാടുകൾക്ക് ഓരോ പ്രത്യേകതയുണ്ട്, നമ്മുടെ നാട്ടിലത്തെ കറികൾക്ക് ഓരോ പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ടാണ് ഞാൻ കറികൾ വയ്ക്കാറുള്ളത്. നിങ്ങൾ പറയുന്ന ചെയ്യൂ ശ്രീ പരിപാടികൾ ഞാൻ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ ചെയ്യലുകളെ, ആ മഞ്ഞ കളറിലുള്ള കുറുക്ക് കാളൻ എന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെ കിടക്കണ കാണുമ്പോൾ തന്നെ ഒരു കൊള്ളാം എന്ന് പറയാൻ തോന്നണില്ലേ. കൊള്ളായിരുന്നൂടാ, പറഞ്ഞോ കൊള്ളാന്ന്. അപ്പോൾ എന്തായാലും സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് കുറച്ച് നെയ്യും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ അങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. നിർബന്ധമൊന്നുമില്ല, ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ നാളത്തേക്കല്ലേ എടുക്കുള്ളൂ, അപ്പോൾ ഒന്നും കൂടി കട്ടയാവും. നല്ല കുറുക്ക് പോലെ ഇരിക്കും എന്ന് അറിയില്ലേ, ഇങ്ങനെ കട്ട പോലെ ഒരു ഇങ്ങനെ ഉപ്പേരി കൂട്ടാനൊക്കെ പോലെ തന്നെ ഇരിക്കൂടാ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കണം. പുളിഞ്ചി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഇവിടെ എപ്പോഴും നാളികേരം കൂത്തിട്ടിട്ടാണ് ഉണ്ടാക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ നാട്ടിലും ഓരോ രീതിയിലല്ല ഉണ്ടാക്കുക. അപ്പം നമുക്ക് ആ കാളം വെച്ച അങ്ങനെ തന്നെ എടുത്ത് മാറ്റണം. മോരായ കാരണം കൊണ്ട് നമ്മുടെ ഈ ഉരുളി ഇതുപോലത്തെ എന്താ ഓട്ടുരുളി, ഓട്ടുരുളിയിൽ എപ്പോഴും പുളിയുള്ള സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടുരുളിയുടെ കളറും മാറും, കറിയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് നാളികേരം ചിരകിയതും ഒരു മുറി നാളികേരം നമ്മളിങ്ങനെ നന്നായിട്ട് കുനുകുന കൊത്തി അരിഞ്ഞതും കൂടി വറുത്തിടുക. എല്ലാ നാട്ടിലും വേറെ രീതിയിലായാലും പുളിയിഞ്ചി വയ്ക്കുക. ഞങ്ങളുടെ നാട്ടിൽ പുളിയിഞ്ചി എന്ന് പറയുന്ന പരിപാടിയില്ല, ഞങ്ങൾക്ക് ഇത് ഇഞ്ചമ്പുളിയാണ്. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ആ ചോപ്പർ കൂട്ടനിൽ ഇട്ടിട്ട് 2-3-4 വലിയ സംഭവം സെറ്റ്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴളണം. അതായത് ഇങ്ങനെ ബ്രൗൺ കളർ ആവണം എന്ന് പറയില്ലേ, അതുപോലെ ആകുമ്പോഴാണ് നമ്മൾ അതിലേക്ക് കായത്തിൻ്റെ പൊടിയും കുറച്ച് ഉലുവേര പൊടിയും കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നത്. മുളക് എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം കേട്ടോ, കാരണം ഇത് ചെറിയൊരു മധുരത്തോട് കൂടിയിട്ടാണ് ഇരിക്കുക. അതിലേക്ക് ഈ ഒരു പരിപാടി മുന്നേ ചെയ്തു വെച്ചോളൂ കേട്ടോ. ഏതാടാ നമ്മുടെ പുളി നന്നായിട്ട് പ്യൂരിയാക്കി എടുക്കുന്നത്. അതിങ്ങനെ 2-3 വട്ടം കഴുകി പ്യൂരിയാക്കി
സമയമാക്കി എടുക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. ഇതിപ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ചെയ്തപ്പോൾ എനിക്ക് സമയം ഉണ്ടായില്ല ചെയ്യാൻ. എന്തായാലും അതിൻ്റെ പൾപ്പ് മാത്രം നമ്മൾ ഏറ്റവും എടുത്ത് ഒഴിച്ച് അതിനൊന്ന് നന്നായിട്ട് ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് തള വരാറാവില്ലേ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് വലിയ ഞാൻ 1 കിലോനൊക്കെ ഇടുന്നവരുണ്ട്. ഇതിപ്പോൾ കുറച്ച് അധികം ഉണ്ട്. കാരണം എന്താണെന്നറിയോ, പുളിഞ്ചി നമ്മുടെ വീട്ടിൽ എന്തോരം ദിവസം ഇരുന്നാലും കേടാവില്ല. മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണ്. ചേച്ചിയുടെ വീട്ടിൽ ശിവരാത്രിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കുറച്ച്. പിന്നെ നമ്മുടെ ഇവിടെ 24-ാം തീയതി ആയിട്ട് ഉത്സവം വരികയാണ്. അപ്പോൾ അന്നത്തേക്കും കൂടി എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അന്ന് പിന്നെ ഉണ്ടാക്കണ്ടല്ലോ. ഫ്രിഡ്ജിൽ ഒരു കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. കാരണം ഈ ഇഞ്ചമ്പുളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വറ്റിച്ച് അതിൻ്റേതായ രീതിയിൽ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വറ്റിച്ചെടുക്കണം. അപ്പോൾ അത് കുറച്ചധികം ഉണ്ടാക്കണം കേട്ടോ. അതാണ് അത്രയും വലിയ ശർക്കര ഇട്ടെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. ഈ കുക്കിങ്ങിനോട് ഇത്രയും അടുപ്പുള്ള കാരണം കൊണ്ടും എനിക്കിത് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കാരണം കൊണ്ടാണ് കേട്ടോ ഇത്ര അധികം വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും കുറച്ച് ആൾക്കാർക്ക് വെക്കണതാണെങ്കിൽ വിചാരിക്കും എൻ്റെ പൊന്നെ ഇത് നമ്മളെ കൊണ്ട് ചിന്തിക്കാനേ പറ്റില്ല എന്ന്. നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അത് നമ്മളങ്ങോട്ട് പഠിക്കും. അപ്പോൾ ഈ പുളിഞ്ചിയും നമ്മൾ ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ കാണുന്ന കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കാം. ഇതുപോലത്തെ ഒരെണ്ണം ഞാൻ ചേച്ചിക്കായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം നമ്മുടെ അമ്പലത്തേക്ക് കൊണ്ടുപോകാനുള്ളത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഓട്ടുരുളി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ടുള്ള ശ്രദ്ധ വേണം കേട്ടോ. അല്ലെങ്കിൽ അതുമ്മ ഇങ്ങനെ ക്ലാവൊക്കെ പിടിക്കും. ഈ ഓട്ടുരുളി എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ ഒരു കസിനെ ഓർക്കും കേട്ടോ. പുള്ളിക്കാരി തളിപ്പറമ്പിലാണ്, കണ്ണൂർ, ഹർഷ എന്നാണ് പേര്. എനിക്ക് ആൾ സമ്മാനിച്ചതാണ് ഈ സംഭവം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് കാരണം കൊണ്ട് പുള്ളിക്കാരിനെ ഓർക്കാറുണ്ട്. അപ്പോൾ നമുക്കിനി പിറ്റേ ദിവസം കാലത്തെ പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം കാലത്ത് ഞാൻ അമ്പലത്തിൽ പോയിട്ട് ചോറും സാമ്പാറിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വന്നടാ. ഭാഗ്യനെ അവിടെ ഏൽപ്പിച്ചു. എന്നിട്ടാണ് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള ബാക്കി പരിപാടികൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്, അതായത് ഒരുക്കാൻ തുടങ്ങിയത്. തക്കാളി അല്ലല്ലോ അത്, മത്തങ്ങയും പരിപ്പും നമ്മൾ നമ്മുടെ കുക്കറിൽ ഒന്ന് വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഉപ്പേരി വേണമെന്ന് തോന്നി എനിക്ക്. അപ്പോൾ ഉപ്പേരിക്ക് നമ്മളെപ്പോഴും കായത്തൂലിയും പയറൊക്കെ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ കേബേജ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കേബേജ് 1-2 ഭാഗ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പച്ചക്കറിക്ക് ഒന്നും നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി ദ്രോഹം പറയരുതല്ലോ. ഭാഗ്യന് എപ്പോഴും നമ്മുടെ ആവശ്യപ്രകാരം എത്തിക്കാറുണ്ട്. അത് കാരണം കൊണ്ട് നമുക്ക് ഒന്നിനും വരില്ല. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും മറന്നു പോയാൽ തന്നെ പുള്ളി അത് ഓർത്ത് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ഞാൻ ഇഞ്ചിരിയും വെളുത്തുള്ളിരിയൊക്കെ കാര്യം മറന്നായിരുന്നു. അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് എനിക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഈ പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റി. പിറ്റേ ദിവസം കാലത്ത് ഉപ്പേരി അവിടെ വെക്കാന്ന് പറഞ്ഞാൽ നടപടിയാവണ കാര്യമല്ലായിരുന്നു. നമുക്ക് ആകെ ഒരു അടുപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അതുമ്മ ഓൾറെഡി സാമ്പാറും ചോറും വെക്കണം. പൂജ കഴിയുമ്പോഴേക്കും നമുക്ക് സെറ്റ് ആവും വേണം കേട്ടോ. അപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പരിപ്പ് വേവിച്ചുകൊണ്ട് പോയി ഭാഗ്യം മുന്നേ തന്നെ. അങ്ങനെ ചേച്ചിമാർ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് കൊടുത്ത് നമുക്കൊരു മാതൃസമിതി ഉണ്ട്. അതിൽ ചേച്ചിമാരൊക്കെ തലേദിവസം തന്നെ അറിയിച്ചായിരുന്നു. അപ്പോൾ കുറച്ച് ചേച്ചിമാരൊക്കെ വന്ന് എനിക്ക് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് വന്ന് സാമ്പാറും അതുപോലെ തന്നെ ചോറും പെട്ടെന്ന് തന്നെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യനും കോമളാമയാണ് ഇത് വിളമ്പാനായിട്ടിരിക്കുന്ന ആൾക്കാർ. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അമ്പലത്തിൽ നിന്ന് പായസവും സംഭവങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പരിപാടിക്ക് കിടക്കാട്ടോ. ഒരു 12 മണിയോടുകൂടി നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് കഴിക്കും. നമ്മുടെ അവിടെ അമ്പലത്തിൽ തന്നെ എല്ലാ പ്രാവശ്യവും ഊട്ടും കഞ്ഞി വിതരണമൊക്കെ നടക്കാറുള്ള കാരണം കൊണ്ട് എല്ലാം നമ്മൾ എടുക്കാറില്ല. ഇതുപോലെ കിണ്ണങ്ങളാണ് എടുക്കാറുള്ളത്. ഇത് സത്യേച്ചി ഏതോ പ്രാവശ്യം നമ്മുടെ അമ്പലത്തിലേക്ക് നേർന്നതാന്ന് തോന്നുന്നു. എനിക്ക് സത്യേച്ചി പണിക്ക് വന്നപ്പോൾ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട് ഈ കിണ്ണത്തിൻ്റെ കാര്യം. അത് കാരണം കൊണ്ട് എന്താ എല്ലാ പ്രാവശ്യവും നമ്മളിപ്പോൾ ആ കിണ്ണത്തിലാണ് ഉണ്ണാറുള്ളത്. കഞ്ഞിയായിട്ടും ചോറായിട്ടും ഒക്കെ നമുക്ക് പൂജയുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഉപ്പുമാവെങ്കിലും ഉണ്ടാവും. ശ്രീകുട്ടന് സ്കേറ്റിംഗ് ക്ലാസ് ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള യാത്രയല്ല. ഇന്നത്തെ സ്കേറ്റിംഗ് ക്ലാസ് ഞങ്ങൾക്ക് ഒരുപാട് സ്പെഷ്യലാണ് കേട്ടോ. നിങ്ങൾ വഴിയെ കാണും അതെന്താണെന്നുള്ള കാര്യം. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ശ്രീകുട്ടൻ ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമാണെന്ന് വന്നു ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ വാമപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അല്ല, ഇവന്റെ മുഖത്ത് എക്സൈറ്റ്മെന്റ് കാണാനാ. സ്കേറ്റിങ് പോകുന്ന പിള്ളേർക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. ശ്രീകുട്ടൻ്റെ പുതിയ സ്കേറ്റിംഗ് ഷൂ എത്തിയേ. അതായത് നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഡെക്കത്തിലോണിൽ നിന്നൊക്കെ മേടിക്കുന്ന, അല്ലെങ്കിൽ ശ്രീകുട്ടൻ എത്ര നാൾ ഉപയോഗിച്ചിരുന്ന സ്കേറ്റിംഗ് ഷൂ എന്ന് പറയുന്നത് ബേസ് ആയിരുന്നു. അത് ഇട്ടിട്ട് നമുക്ക് കോമ്പറ്റീഷൻ ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് കോമ്പറ്റീഷൻ ഇറങ്ങണമെങ്കിൽ അതാ ഇപ്പോൾ ജ്യോതിഷ് സാറിൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഷൂ ഉപയോഗിക്കുക തന്നെ വേണം. ഇതിന് ഇൻലൈൻ അതുപോലെ തന്നെ 4 ഉള്ളതുണ്ട്. 4 എണ്ണതിന് കോഡ് എന്ന് പറയും. അപ്പോൾ അതൊക്കെയാണ്. കുഞ്ഞനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞനും കൂട്ടുകാരികളൊക്കെ ആയിട്ട് സ്പെഷ്യലായിട്ട് വന്നിട്ടുണ്ട് ശ്രീകുട്ടൻ്റെ ഷൂ സെറിമണി കാണാൻ വേണ്ടിയിട്ട്. ഈ ഷൂ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മളൊരു 54K 54,000 രൂപ കൊടുത്തിട്ടാണ് ഈ ഒരു ഷൂ മേടിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് മാത്രമാണ് നമുക്ക് കോമ്പറ്റീഷൻ ഇറങ്ങാൻ പറ്റുള്ളൂ. അത് കാരണം കൊണ്ട് നമുക്കിത് മേടിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മേടിച്ചതാണ് കേട്ടോ.
ചേച്ചീനെ കണ്ട സന്തോഷത്തിൽ പുള്ളിക്കാരന് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ ചേച്ചിയുടെ കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും പിന്നെ ഒരുപാട് നാളായിട്ട് ഞാൻ ശ്രീകുട്ടനോട് വെക്കേഷനെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് വെച്ചിരിക്കുകയായിരുന്നു ശ്രീകുട്ടനെ. അപ്പോൾ ഭാഗ്യന് ഇത് മേടിച്ച് കൊടുത്തപ്പോൾ പൈസ കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു പറയണ്ട, ആ എക്സൈറ്റ്മെൻറ്റ് അവിടെ അങ്ങനെ നിൽക്കട്ടെ എന്ന്. അങ്ങനെ നമ്മൾ ഷൂ ആളൊക്കെ കാണിച്ചപ്പോൾ ആളുടെ മുഖത്തുള്ള എക്സൈറ്റ്മെൻറ്റാണ് ഈ കാണുന്നത്. ഇത് പുറത്തേക്ക് എടുക്കണ്ട, ഈ ഒരു ലെവലിൽ കൊണ്ടുവന്ന് നിർത്താം, പുറത്തേക്ക് എടുക്കണ്ട. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അധികം മിസ് ചെയ്തിരുന്നത് ഈ ഒരു ഇൻട്രാക്ഷൻ വിത്ത് അതർ ചിൽഡ്രൻ എന്നുള്ള ഒരു പരിപാടിയായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കേറ്റിംഗ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തത് തന്നെ കേട്ടോ. ആ പിന്നിൽ നിൽക്കുന്നതാണ് കുഞ്ഞിൻ്റെ കൂട്ടുകാർ. ശിവരാത്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് ക്ഷണം സ്വീകരിച്ച് വന്നവരാണ്. അവരെ ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. വൈബ് പിള്ളേരായിരുന്നു. അപ്പോൾ ശ്രീകുട്ടൻ്റെ ഷൂ ഇടാനായിട്ട് നല്ല പാടുണ്ടാവുന്ന സാറ് മുന്നേ പറഞ്ഞായിരുന്നു. ഈ ഷൂ ബൈറ്റ്സ് ഒക്കെ വരുന്നു പറഞ്ഞായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു തരം ഇരുമ്പ് ഫ്രെയിമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ സാറ് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ. ശ്രീകുട്ടൻ കുറേ നാളായിട്ട് സ്കേറ്റ് ചെയ്യുന്നതാണ്. ആദ്യം ഡെക്കത്തിലോണിൽ പോയിട്ട് അവൻ സ്കേറ്റിംഗ് ക്ലാസ്സിൽ കാര്യങ്ങളൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡെക്കത്തിലോണിൽ നിന്ന് ഒരു ഷൂ ചെറുത് മേടിച്ചു അവനൊരു 4-5 വയസ്സുള്ളപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിൽ നിന്ന് കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ട് അവിടെയുള്ള ഏറ്റവും വലിയ ഷൂ മേടിച്ചു. പിന്നെയാണ് നമ്മൾ അറിയുന്നത് ഇതൊന്നും കാര്യമില്ല, നമുക്ക് പ്രൊഫഷണലായിട്ട് സ്കേറ്റിങ്ങിൻ്റെ കോമ്പറ്റീഷന് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മേടിച്ച ഷൂ വേണം എന്നുള്ളത്. അപ്പോൾ തന്നെ ഭാഗ്യം അത് മേടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അത് ഇതാണ് നമ്മുടെ ഈ ഒരു ഷൂ എന്ന് പറയുന്നത്. ഇത് കാർബണൊക്കെ കൂടുന്നതിനനുസരിച്ച് വില കുറഞ്ഞും കൂടിയൊക്കെ വരും. ഇതിനേക്കാളും വിലയുള്ളത് ഉണ്ടെന്നാണ് കേട്ടോ പറയണത്. പക്ഷേ നമ്മളൊരു ഒരു പ്രീമിയം മോഡലുള്ള തന്നെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ശ്രീകുട്ടൻ്റെ പ്രയത്നങ്ങളും അതുപോലെ തന്നെ പരിശ്രമങ്ങളും പരാക്രമങ്ങളും നമുക്ക് ഈ ഷൂവിൽ കാണാം. ഇത് നല്ല വേദന എടുക്കുന്ന സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ദിവസം പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ പുള്ളി 2 ദിവസം ഒരു 2 മണിക്കൂർ പോലും പിടിച്ചില്ല. കാരണം അത്രയും ഇൻട്രസ്റ്റ് ആണ് അവന് ആ ഒരു സ്കേറ്റിംഗ് ക്ലാസ്സും സ്കേറ്റിംഗ് ഷൂവും ഒക്കെ. കാരണം അവൻ്റെ ലോകത്ത് വേറെ ഒന്നുമില്ല, ഒരു ടിവിയും പിന്നെ ഈ സ്കേറ്റിംഗ് ഷൂ ആണ് ആളുടെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. എനിക്കതിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ തലൂർ വീട്ടിൽ നിന്ന് പോകുന്നതിൽ ഞാൻ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് അതാണ് കേട്ടോ. ഈ ഒരു എന്താ പറയുക ശ്രീകുട്ടൻ്റെ ലോൺലിനെസ്. പക്ഷെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശനിയും ഞായറും എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്രയൊക്കെ എനിക്ക് വർക്ക് ഉണ്ടെങ്കിലും ഞാൻ അവനെ ക്ലാസ്സിൽ കൊണ്ടാക്കും അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ടാക്കും. അപ്പോൾ വാമപ്പൊക്കെ കഴിഞ്ഞ് വാം ഡൗണൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒല്ലൂർ വീട്ടിൽ അങ്ങനെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ശ്രീകുട്ടൻ്റെ എക്സൈറ്റ്മെൻറ്റ് ചേച്ചിയമ്മയ്ക്ക് കണ്ടു കൊടുക്കണം. ഇത് മാറ്റാൻ പറ്റുമോ? ടൈറ്റായിട്ട് കിടക്കണം കാര്യം അത് ഇടാളൊരു പാട്. ചേച്ചിയമ്മയുടെ ജീവിതത്തിലത്തെ ഉത്തരവാദിത്തങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തതാണ് കേട്ടോ. ഇതിന് ഞങ്ങളെ സഹായിക്കുന്ന ഒരാളെന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്. കാരണം എല്ലാ കോമ്പറ്റീഷനും കൊണ്ടുപോകാനായിട്ടും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അമ്മയും അച്ഛനും എപ്പോഴും പിന്നിൽ നിൽക്കാറുണ്ട്. അവരുടെ പേരമക്കൾക്ക് വേണ്ടിയിട്ടും ഇതുപോലെ എന്നെ ഡാൻസ് പഠിപ്പിക്കാനും. ചേച്ചിക്ക് പിന്നെ ഈ വക ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകാത്ത കാരണം കൊണ്ട് ആള് കുഞ്ഞിനെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് എത്രയായപ്പോഴാണ് അച്ഛനമ്മയൊക്കെ അതിൻ്റെ പിന്നിൽ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചേച്ചിയമ്മ എപ്പോഴും പറയാറുണ്ട് കേട്ടോ, നമ്മുടെ അച്ഛനമ്മയും നമ്മളെ നോക്കിയോണം, നമുക്ക് നമ്മുടെ മക്കളെ നോക്കാൻ പറ്റാറില്ല പലപ്പോഴും. പക്ഷെ അത് സത്യമാണെന്ന് ഇപ്പൊ പലപ്പോഴും തോന്നാറുണ്ട്. ഇതിനളവും കാര്യങ്ങളൊക്കെ ഉണ്ടമ്മ. അമ്മ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ കേട്ടോ. ഒരു ഉടുപ്പ് എടുക്കുമ്പോഴായാലും ചെരുപ്പ് എടുക്കുമ്പോഴായാലും ഒരളവ് മുന്നിലേക്ക് എടുക്കുള്ളൂ. കാരണം വലുതാകുമ്പോൾ വീണ്ടും ഇടണമല്ലോ. പക്ഷേ ഈ പരിപാടി അതൊന്നും പറ്റില്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയില്ലല്ലോ. ചെറുപ്പം തൊട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ. കാബൂളിവാലയായിട്ടാണ് ഞാനും ചേച്ചിയൊക്കെ നടന്നിട്ടുള്ളത്. എപ്പോഴും ഒരു മുഴം മുന്നിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാരല്ലേ. കാലം മാറി, നമ്മൾ അതോടൊപ്പം മാറണ്ടേന്ന് അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. എന്തായാലും ഷൂവും കിട്ടി. അങ്ങനെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വല്ലൂർ വീട്ടിൽ എത്തിയിട്ടുണ്ട്. തലൂർ വീട് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടല്ലേന്ന്. ബാക്കിൽ കേൾക്കുന്നത് നമ്മുടെ ശിവരാത്രി പൂരത്തിൻ്റെ തലേദിവസത്തെ കൊട്ടും ബഹളമൊക്കെയാണ് കേട്ടോ. ചേച്ചിയുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിലിരുന്നിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. നാളികേരമൊക്കെ ചേർക്കണത് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള കുക്കിംഗ് ഭാഗമായിട്ടാണ്. ശിവരാത്രി കാവടി ഇങ്ങനെ അതിലെ ഒരു വഴി ഉണ്ട്, അതിൽ അങ്ങനെ അങ്ങോട്ട് പോകും. ഭയങ്കര ഗംഭീര കാവടി അത്ര. കുഞ്ഞിൻ്റെ കൂട്ടുകാർ വന്ന കാരണം കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നാളേക്ക് ഒരുക്കുകയാണ് നമ്മൾ. ഇവരൊക്കെയാണ് പിള്ളേർ കേട്ടോ. ആദിലുണ്ട്, അനന്തുണ്ട്, സുഹൈലുണ്ട്, എല്ലാവരും ഉണ്ട്. പെൺപിള്ളേരൊക്കെ നാളെ എത്താമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പൂരം കണ്ടിട്ട് വരാം. പൂരം കണ്ടിട്ട്
ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് പിള്ളേരെ കയ്യിൽ അങ്ങോട്ട് ക്യാമറ കൊടുത്താൽ അവർ അടിപൊളിയായിട്ട് വ്ളോഗ് ചെയ്ത് തന്നെ. പൂരങ്ങൾക്ക് പേര് കേട്ടതാണല്ലോ നമ്മുടെ തൃശ്ശൂർ. ഈ ഐറ്റംസ് ഒക്കെ കുറേ നാളായിട്ട് എല്ലാ പൂരങ്ങളിലും ഉള്ളത് തന്നെയാണ് കേട്ടോ. ഗുറിലിയും അതുപോലെ തന്നെ ഈ കാണുന്ന ബണ്ണിയും ഒക്കെ ആയിട്ട്. പക്ഷേ കാവടി വ്യത്യസ്തമായിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ പൂരങ്ങളിൽ കാണാറുണ്ട്. തൃശ്ശൂരത്തെ പൂരങ്ങളിൽ, തൃശ്ശൂർ പൂരം തൃശ്ശൂർ നടക്കുന്ന പൂരങ്ങളിൽ ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരും കൊട്ടും ബഹളമൊക്കെ ആയിട്ട് ഞങ്ങൾ തലേദിവസം തന്നെ പൂരത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നാസിക് ഡോൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ നാട്ടിലത്തെ പൂരങ്ങൾ വേലകൾ എങ്ങനെയാണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്തോളൂ. ആക്ച്വലി അതിൽ വന്ന പിള്ളേർ 2-3 പേര് ആലപ്പുഴയും എറണാകുളത്തൊക്കെ ഉള്ളവരാണ്. അവർക്ക് അതൊക്കെ അവർ പറയുന്നത് ഇങ്ങനെയല്ല ചേച്ചി, ഇങ്ങനെയൊക്കെ തന്നെ, എന്നാലും കുറേ മാറ്റങ്ങളുണ്ട്, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അവിടെയൊന്നും കാണാൻ പറ്റില്ല എന്നാണ് പറയണേ. ഇതാണ് നമ്മുടെ തൃശ്ശൂരത്തെ ഈ ഒരു പൂക്കാവടി എന്ന് പറയുന്നത്. പിന്നെ അമ്പലക്കാവടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലപ്പറമ്പിലേക്ക് ജസ്റ്റ് ഒന്ന് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ്റെ ടീംസൊക്കെ മുന്നേ പോയിട്ടുണ്ടാവുന്ന അവർ ഓൾറെഡി അമ്പലത്തിൽ അവിടെ എത്തിയതും എൻ്റെ കയ്യിൽ നിന്ന് പോയിടാം. കാരണം അമ്പലത്തിൽ ഗംഭീര DJ പാർട്ടി. വീട്ടിൽ നമുക്ക് ഇന്ന് കൊത്തു പൊറോട്ടയല്ല, നൂൽ പൊറോട്ടയും അതോടൊപ്പം തന്നെ ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ. പിന്നെ ശ്രീകുട്ടനെ എടുത്തേക്ക് വന്നപ്പോൾ കുഞ്ഞൻ നമ്മുടെ ലബാനിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ എന്തൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ കൊണ്ടുവച്ച് കഴിച്ചു. പിള്ളേരൊക്കെ വലുതായി എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന കുറച്ച് സിറ്റുവേഷൻസ് ആണിത്. നമ്മൾ പിള്ളേരുടെ കൂട്ടുകാരൊക്കെ അവർ നമ്മളോടൊപ്പം കുറേ നേരം സ്പെൻഡ് ചെയ്യുന്നു. അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് പിള്ളേരൊക്കെ ഇങ്ങനെ വിട പറഞ്ഞു പോകുമ്പോൾ നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ റിയലൈസ് ചെയ്യും നമ്മുടെ മക്കളൊക്കെ വലുതായി എന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശ്രീകുട്ടൻ ഇതുപോലെ കൂട്ടുകാരെയൊക്കെ കൊണ്ട് വീട്ടിലേക്ക് വരാൻ തുടങ്ങും. എൻ്റെ ദൈവമേ, പിള്ളേരൊക്കെ എത്ര പെട്ടെന്നാളെ വലുതാവണേ, നമ്മളും അതുപോലെ തന്നെ വയസ്സായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു സങ്കടം. എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു. അതായത് ഈ കാണുന്ന നമ്മുടെ ഡെസേർട്ട് അടിപൊളിയായിരുന്നു. സംഭവം സെറ്റാണ് കേട്ടോ. ഞാൻ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ കുനാഫഡോ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ചീസ് കേക്കും കൂടെ മതി. അപ്പോൾ നാളെ നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം കേട്ടോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ. അപ്പോൾ വ്ളോഗിലത്തെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ നാളെ കാണാം. ടാറ്റാ, ബൈ.